ഹായ് എല്ലാവർക്കും സ്വീറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനും ബീറ്ററും പിന്നെ ഐസിങ് ടൂൾസും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം എനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് നോർമൽ ഒരു കപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ മാറ്റിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ ഒരു മുട്ടയുടെ എഗ് വൈറ്റും എഗ് യോർക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതൊരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഒരു അങ്ങനെ പതഞ്ഞ് വരും. ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. കുറേശ്ശായിട്ട് ഇതുപോലെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൽ ഒരു തിരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഇതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പതഞ്ഞ് വരില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗളും വിസ്കൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് ബീറ്റാ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ നമുക്ക് മതിയാവും. പിന്നെ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ടയുടെ മഞ്ഞക്കരുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു മിക്സാക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കണം. സ്പീഡിൽ മിക്സ് ചെയ്യരുത്. നമ്മൾ സ്പീഡിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ബീറ്റ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഫോമൊക്കെ ഒന്ന് പോവും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ മെല്ലെ നമുക്കിതിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള എഗ് വൈറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ കേക്ക് ടിന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നോർമലായിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രമൊക്കെ യൂസ് ചെയ്താൽ മതിയാവും.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഫോം ആയിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ പോവും. ഇനി ഇതൊരു 10 മിനിറ്റ് മുൻപ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂടി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്യാസ്കറ്റും വിസിലും റിമൂവ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 35 to 40 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കേക്ക് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ടൂത്ത് പിക്കിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് നല്ല ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടിയിൽ ടച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചൂടാറുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിൽസ്ബെറിയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു കേക്കിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇത് ബീറ്റ് ചെയ്യുന്നതായിട്ട് മുൻപായിട്ട് നമ്മൾ വേറൊരു ബൗളിൽ കുറച്ച് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ബൗൾ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു വിസ്ക് യൂസ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 ആളുണ്ടെങ്കിൽ ഇതുപോലെ മാറി മാറി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായി കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റിഫായി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഒരു ചെറിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള ചെറി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ചെറിയ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള ചെറി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കറുവപ്പട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെയും ചെറി സിറപ്പിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. പക്ഷേ നമ്മുടെ ചെറി സിറപ്പ് നല്ല തിക്കായിരിക്കും. അപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് മതിയാവും. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റുമാണ്. നല്ല ഹൈറ്റിലും പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ബാറ്ററിനായിട്ടും ഡബിളായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് ലെയർ ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു 3 ലെയറായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ടോപ്പ് ലെയർ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിന് വേണ്ടിയിട്ട് നോർമൽ ഒരു കവറിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കത്തി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറി സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാ ഭാഗത്തും നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം.
ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറി സിറപ്പും. ഇനി ലാസ്റ്റ് നമ്മൾ വെക്കുന്നത് നമ്മൾ ഏറ്റവും അടിയിലത്തെ പാർട്ടാണ് ഏറ്റവും മുകളിലായിട്ട് വരേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൈഡിലും വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നോർമൽ ഒരു കത്തി യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ലെവൽ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ നന്നായിട്ട് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോവും. അപ്പോൾ അതിനുശേഷം നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു കാർഡിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോസിൽ വേണം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നോസിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്പോസിബിൾ കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കോൺ ഷേപ്പിലൊന്ന് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റമൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഇത്രയും അധികം വേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റാർ നോസിലിൻ്റെ ഷേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു വി ഷേപ്പിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. കൈ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്റ്റാർ നോസിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് ഓവനും ബീറ്ററും പിന്നെ അതുപോലെ തന്നെ ഐസിങ് ടൂൾസ് ഒന്നും ഇല്ലാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്.
അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്